നമസ്കാരം. എൻ്റെ പേര് പൂക്കോയ, സലീഹ് പൂക്കോയ എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ ഞാനൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, ബി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഞാനൊരു കൃഷിക്കാരനൊന്നുമല്ല, എങ്കിലും എൻ്റെ താല്പര്യപ്രകാരം ഞാനൊരു അടുക്കള കൃഷി എന്നുള്ള ലെവൽ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഈ വീട് വെച്ച ഒരു വർഷം കഴിഞ്ഞോടെ കുറച്ച് മരങ്ങളൊക്കെ കൊടുന്ന് നട്ടതാണ്. അതൊന്നും ശരിക്കും കായ്ക്കാറോ പൂക്കാറോ ഇല്ല. ഫേസ്ബുക്കിലൂടെ ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വെച്ച തൈകളും മറ്റും പൂക്കലും കായ്ക്കലൊക്കെ തുടങ്ങി. എൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ എനിക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ പേജിൽ ഇടാറുണ്ട്. അത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഉള്ളതെന്നല്ല, ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ മംഗലം പഞ്ചായത്തിൽ 19 വാർഡിൽ കൂട്ടായി എന്ന സ്ഥലത്തുള്ളതാണ് ഞാൻ. അവിടെയാണ് എൻ്റെ വീട്, അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെ വീടിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു അടുക്കള കൃഷിയാണതിൽ. തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് വാങ്ങിയ ഉപയോഗിച്ചതിന് ശേഷം നല്ല 100% സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. നല്ല രീതിയിൽ തന്നെ പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. എനിക്ക് 100% ഇതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. 3 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിന് ഇവിടെ തന്നെ കഴുങ്ങ്, അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അറിയാം, ഇവിടെ ഉള്ളവർക്ക് അറിയാൻ ചെയ്യാം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എൻ്റെ തോട്ടത്തിലെ, അതായത് അടുക്കളത്തോട്ടം, ചെറിയ തോട്ടത്തിലെ ഫ്രൂട്ട്സുകളെ പറ്റി കാണാനും പറ്റും. ഇതിപ്പോൾ ആരും പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നതല്ല, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് സത്യസന്ധമായിട്ട് പറയാം, എനിക്കിപ്പോൾ അതിൽ വേറൊരു കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള കുറേ ആൾക്കാർക്കും ഇതുപോലെ ഇതുപോലെ ഫ്രൂട്ട്സ് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരുപാട് സ്ഥലങ്ങളുള്ളവർ, ഒരുപാട് സമയമുള്ളവർ, ഒരുപാട് സൗകര്യമുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഉള്ള സമയത്ത് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കുന്ന അതേ ഒരു ആനന്ദം നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രോഡക്റ്റ്, ഓംഫെർട്ട് ഫ്രൂട്ട് പ്ലസ്. ഇതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഇവരെ ഫ്രൂട്ട് പ്ലസ് ഉണ്ട്, അതുപോലെ അരിക്കനട്ട്, അതുപോലെ നിങ്ങൾക്ക് നോക്കിയാലേ കാണാൻ പറ്റും. ഒരുപാട് പ്രോഡക്റ്റ് ഇവർ നിർമ്മിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് ഇതേമാതിരി ഞാൻ ചെയ്യുന്ന കൃഷിയിൽ ശരിക്കും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനൊക്കെ തുടങ്ങി. ഞാനിത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കാം. കാരണം കിട്ടുന്ന സമയത്ത് കുറച്ചെങ്കിലും കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റിയെങ്കിൽ നമ്മളെ പോലെ ചെറുപ്പക്കാർക്ക് നമുക്ക് പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, ചോളം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പിന്നെ അതുപോലെ അപ്പുറത്തുണ്ട് അമ്പായ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മഴവിൽ ചോളം എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. ചെടിയല്ല, ചോളം, പോപ്കോൺ. ഇവിടെ ആർക്കും അങ്ങനെ കായ്ക്കാത്തൊരു സാധനമാണിത്. ഇത് മയിൽ ചോളം. ഒന്നിൽ തന്നെ 7 കളറിൽ വരുന്നതാണ് ഈ ചോളം. ഇപ്പോൾ ആയി വരുന്നുള്ളൂ. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് പൂത്തേ. ഇതിന് മുന്നേ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇത് 7 കളറാണ് വരുന്നത്. ഇതിപ്പോൾ തീരദേശം പ്രദേശത്ത് ഇങ്ങനെ ചോളമൊക്കെ കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഴവിൽ ചോളം ഒക്കെ ഈ പ്രോഡക്റ്റിൻ്റെ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറൊരു വളം ഉപയോഗിച്ചിട്ടില്ല അതുവരെ. അങ്ങനെ ഞാൻ വേറൊരു ഐറ്റംസ് കൂടി കാണിച്ചു തരാം. പേര ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പം കുറവാണ്. കാരണം ഇപ്പം മഴ വന്നപ്പോൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ പൂത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നോക്കിയാൽ അറിയാം, എൻ്റെ വീട്ടിൽ പഴുത്തതും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഒരു കൊല തന്നെ കൊലകുത്തി കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്. ഇത് ഇട്ടതിൻ്റെ ശേഷം, ഈ പ്രോഡക്റ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് ഇതാ ഒരു കൊല തന്നെ ഇവിടെ 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 ഇതാണ്ടല്ലേ, ഒരു ചെറിയ 2 അടി മാത്രം പ്രായമുള്ളൊരു പേരയാണ് അതിലുണ്ട്. ഇവിടെ ഉണ്ട്. ഇനി വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഞാനൊരു കളറുള്ള പേര. ഇതൊരു ഐറ്റം പേര, നല്ല മധുരമുള്ള സാധനം തന്നെയാണ്. ഇതും കവറിട്ട് കൊടുത്തൊക്കെ ഉണ്ട് സാധനം. ഇപ്പുറത്തുണ്ട് ഇതൊക്കെ ഞാൻ ഈ പൗഡർ ഇട്ടതിൻ്റെ ശേഷമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാലറിയാം, അതിലൊക്കെ ഈ പേര ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ സപ്പോട്ട കവറിട്ട് വെച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടോ? നല്ല മധുരമുള്ള സപ്പോട്ട. ഇതിലെ കവറിലാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ അപ്പുറത്തൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഇതിലുണ്ട്. ഇതിലൊക്കെ പേരയാണ്, ഈ സപ്പോർട്ടാണ്. ഇതുണ്ട് ആ ഭാഗത്തുങ്ങളിലൊക്കെ ഉണ്ട്. മറ്റൊരു സാധനമാണ് സ്വീറ്റ് അമ്പായ എന്ന് പറഞ്ഞത്. ഇതും കൊലകുത്തി കായ്ക്കണതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് മുന്നേ, 2 ദിവസം മുന്നേ ഞങ്ങൾ പറിച്ചതാണ്. അതും എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. സ്വീറ്റ് അമ്പായം അവിടെയൊക്കെ കൊലകുത്തിയിട്ട് കായ്ച്ചിട്ടുണ്ട്. പൂക്കൾ ധാരാളം വരുന്നുണ്ട്. താഴത്തുണ്ട് പുതിയ കൊല വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്നുണ്ട്, പിന്നെ ഇത് വരുന്നുണ്ട്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്. ഇത് ബുഷ് ഓറഞ്ചാണ്. നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളം കലക്കാനും ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാനൊക്കെ
കണ്ടില്ലേ, ഇത് തീരെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ധാരാളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ പഴുത്തതാ, ഒന്ന് ഏതായാലും പറിക്കാം നമുക്ക്. ഇതാ പറിക്കാം. ഇതല്ല, ഇതിപ്പോൾ ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോകണം. ഏതായാലും ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. ഇതാ അവിടെയൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് ഉണ്ടായത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഉള്ളിലേക്കൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. അതുപോലെ തന്നെ ലിച്ചിയാണ്, ലോങ്കൻ എന്ന് പറയും, വൈറ്റ് ലോങ്കൻ. ഇതിലെനിക്ക് കായ്ച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ അത് പിന്നെ ഉപയോഗിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് കായ്ച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടും. എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. ലിച്ചി ഇത് കായ്ക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞാൽ കായ്ക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിത് പ്രോഡക്റ്റ് ഒരു പാക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ. ഇതുവരെ ഇടാത്ത കാരണം ഇതിന് വേറൊരു വളമാണ് ഞാൻ കൊടുത്തത്. അപ്പം ഈ വളമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ വളം എന്ന് പറഞ്ഞാൽ നാടൻ വളം, ചാണകമൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇട്ടിട്ടൊന്ന് ഇതിൻ്റെ പരീക്ഷണം. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, പല ആൾക്കാരും ഉണ്ടാവും, ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും, അനുഭവിച്ചവരുണ്ടാവും. ഒരു പക്ഷേ SLC എഴുതാത്തവനേക്കാളും പേടി എഴുതിയവനേക്കാളും പേടി എഴുതാത്തവനേക്കാണെന്ന് പറഞ്ഞ മാതിരി ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കില്ല, ഉപയോഗിക്കാത്തവന് ചിലപ്പോൾ അഭിപ്രായം പറയാൻ സാധ്യത ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഇത് കിട്ടുന്നത് അത് നിങ്ങൾ പറഞ്ഞോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഉപയോഗിച്ചു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അത് ഞാൻ മറ്റുള്ള ആൾക്കാരെ അറിയിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയാം, വെടക്കാണെന്ന് പറയാൻ വെടക്കാതെ. കാരണം എനിക്ക് കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് യാതൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച സാധനം എൻ്റെ നാട്ടുകാർക്കും മറ്റവരൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫലം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.